നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ജംഗിൾ റിസോർട്ടാണ്. ആഞ്ചേരി ബട്ടർഫ്ലൈ ക്യാമ്പ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. നമ്മളിവിടെ കാണുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഈ കവാടത്തിനോട് അല്പം ഏതാണ്ട് 500 മീറ്റർ ദൂരത്തിൽ നിന്ന് നമ്മൾ കാട്ടിലേക്ക് തിരിഞ്ഞ് പോയിട്ടാണ് ഈ റിസോർട്ടിലേക്ക് എത്തുന്നത്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അല്പം ദൂരം ഒരു 500 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണും. ഒരു ബട്ടർഫ്ലൈയുടെ സ്റ്റാച്ചു എല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ കാട്ടിൽ കൂടി വളരെ താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിൽ കൂടി നമ്മൾ 1 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റിസോർട്ടിലെത്തും. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ആഞ്ചേരി ബട്ടർഫ്ലൈ ക്യാമ്പ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. സൗവർണിക റിവറിനോട് ചേർന്ന് കിടക്കുന്ന ഈ റിസോർട്ടിൽ ധാരാളം കോട്ടേജുകളുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ അതുമാതിരി ബേർഡ് വാച്ചിങ്, അതുപോലെ തന്നെ ഈ തിരക്കിൽ നിന്ന് മാറി നമുക്ക് താമസിക്കാവുന്ന ഒരു സ്ഥലമാണ്. കാടിനുള്ളിൽ തന്നെ താമസിക്കാവുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മൊബൈൽ നെറ്റ്വർക്കൊന്നും കിട്ടുകയില്ല. നമ്മൾ തിരക്കുള്ള ഈ ലൈഫിൽ നിന്ന് എല്ലാം മാറി ഏകാന്തമായി മറ്റ് യാതൊരു സൗണ്ടും ഇല്ലാതെ വളരെ നിശബ്ദമായുള്ളൊരു കാടിനുള്ളിൽ താമസിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടെ ജംഗിൾ വാക്സ്, നാച്ചുറൽ ട്രെയിൽസ്, അതുമാതിരി ബേർഡ് വാച്ചിങ്, ട്രക്കിംഗ് ഓപ്പർച്യൂണിറ്റി എല്ലാം ഇവർ ചെയ്തു തരുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൊടജാദ്രി പീക്കിലേക്കുള്ള യാത്രയും ഇവർ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. ഇതിനകത്ത് തന്നെ താമസിക്കാനായിട്ട് കോട്ടേജസ്, ടെൻസ്, ഡോർമെറ്ററീസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള താമസ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. മൂകാംബിക ക്ഷേത്രം ദർശിക്കാനായിട്ട് പോകുന്നവർ സാധാരണയായിട്ട് താമസിക്കുന്ന ക്ഷേത്രത്തിനോട് ചേർന്ന ലോഡ്ജുകളിലെല്ലാമായിരിക്കും. കൂടെ നമ്മളൊരു ഫോറസ്റ്റ് സ്റ്റേ കൂടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാടിനകത്ത് താമസിക്കാനായിട്ടൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് ഒന്ന് കാണിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏതാണ്ട് 30-35 കിലോമീറ്റർ ദൂരം മാത്രമാണ് ബൈന്ദൂറുള്ളത്. മനോഹരമായ ബീച്ചാണത്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് അരിസയംകുടി വാട്ടർഫോൾസ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ ചെന്ന സമയത്ത് തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു. വെക്കേഷൻ ആയിരുന്നില്ല. വെക്കേഷൻ ആണെങ്കിൽ ഇവിടെ മിക്കവാറും കോട്ടേജസ് എല്ലാം ഫുള്ളായിരിക്കും. ഇപ്പോൾ 3-4 കോട്ടേജസിൽ മാത്രമേ ഇവിടെ ആളുകളുണ്ടായിരുന്നുള്ളൂ. ഇവിടെ തന്നെ ക്യാൻറ്റീൻ, അതുമാതിരി നമുക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഇവർ പാകം ചെയ്തു തരുന്നതാണ്. സൗവർണിക നദിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതും വലിയൊരു കോട്ടേജാണ്. നമ്മളൊരു 4 കെട്ടൊക്കെ പോലെ തോന്നുന്നൊരു വീട് പോലെ തോന്നുന്ന ഒരു കോട്ടേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെ ഫോറസ്റ്റ്
സെയില് ഒഴിവുകാലമെല്ലാം ചിലർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. അവർക്കെല്ലാം പറ്റിയൊരു സ്ഥലമാണിത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണിക്കുന്ന ബോർഡിൽ കോണ്ടാക്ട് നമ്പറെല്ലാം ഉണ്ട്. കൂടാതെ തന്നെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രതീതിയാണ്. താറിട്ട റോഡല്ല, ഇങ്ങനെ കല്ലെല്ലാം വിരിച്ചിട്ട് വളരെ താഴേക്ക് ഇറങ്ങി വരണം. ഓഫ് റോഡ് വാഹനം ഒന്നും ആവശ്യമില്ല, സാധാരണ കാറും ഇങ്ങോട്ട് വരാവുന്നതാണ്. പക്ഷേ അല്പം ചെല്ലുമ്പോൾ നമുക്ക് തോന്നും വീതി കുറഞ്ഞ് രണ്ട് സൈഡും ഇലകളെല്ലാം തട്ടി താഴേക്ക് വരുന്ന പോലെ വളരെ ചെറിയ റോഡായിട്ട്. രാത്രികാലങ്ങളിലെല്ലാം ഇവിടെ ചുറ്റും വന്യമൃഗങ്ങളെല്ലാം വരുന്ന സ്ഥലമാണ്. ഫെൻസിങ് എല്ലാം കെട്ടി വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ റിസോർട്ട്. നമ്മൾ ഈ റോഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് ഇവിടെ പാർക്കിങ്ങിനായിട്ടുള്ള സ്ഥലമുള്ളത്. അല്പം വാഹനങ്ങളിങ്ങനെ ഈ വാഹനം കിടക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് താഴേക്ക് ഇറക്കി കൊണ്ടുപോയിട്ട് നേരത്തെ അവരുടെ ജീപ്പുകളെല്ലാം കിടക്കുന്ന ഭാഗത്തും നമുക്ക് ആ ഭാഗത്തും പാർക്ക് ചെയ്യാം. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.